ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ്. ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ് ഒരു ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒരു ടേമാണ് ലോജിക് ലെവൽ. ലോജിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള വോൾട്ടേജസിനെ നമ്മൾ രണ്ട് ലെവലായിട്ടാണ് കാണുന്നത്. അതായത് വോൾട്ടേജ് ലെവല് ലോജിക് 1ഉം ലോജിക് 0, രണ്ട് വോൾട്ടേജ് ലെവലാണ്, ലോജിക് 1ഉം ലോജിക് 0. ഇനി നമുക്കിതിൽ രണ്ട് ടൈപ്പ് ലോജിക് സിസ്റ്റം ഉണ്ട്. പോസിറ്റീവ് ലോജിക് സിസ്റ്റം ഉണ്ട്, നെഗറ്റീവ് ലോജിക് സിസ്റ്റം ഉണ്ട്. പോസിറ്റീവ് ലോജിക് സിസ്റ്റത്തിൻ്റെ കേസിൽ ലോജിക് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉള്ള രണ്ട് വോൾട്ടേജ് ലെവൽസ് ഉണ്ടാവും. രണ്ട് വോൾട്ടേജ് ലെവലിൽ ഹയർ വോൾട്ടേജിനെ ലോജിക് 1 ആയിട്ടും ലോവർ വോൾട്ടേജിനെ ലോജിക് 0 ആയിട്ടാണ് എടുക്കുന്നത്, ലോജിക് 0. ഇനി നെഗറ്റീവ് ലോജിക് സിസ്റ്റം ഉണ്ട്. നെഗറ്റീവ് ലോജിക് സിസ്റ്റത്തിൻ്റെ കേസിൽ ഹയർ വോൾട്ടേജിനെ, രണ്ട് വോൾട്ടേജിലത്തെ ഹയർ വോൾട്ടേജിനെ ലോജിക് 0 ആയിട്ടും ലോവർ വോൾട്ടേജിനെ ലോജിക് 1 ആയിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ലോജിക് സിസ്റ്റം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ടൈപ്പ് ലോജിക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് പല ടൈപ്പിലാണ്. അപ്പോൾ ഇതിൽ ട്രാൻസിസ്റ്റർ ലോജിക് ഉണ്ട്. അതായത് ആ ഒരു ടെക്നിക്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടാണെങ്കിൽ ട്രാൻസിസ്റ്റർ TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക്. ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ കേസിൽ രണ്ട് വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് +5 വോൾട്ടും 0 വോൾട്ടും ആണ്. ഇപ്പോൾ +5 വോൾട്ടിനെ നമ്മൾ ലോജിക് 1 ആയിട്ട് എടുക്കും, മറ്റേതിനെ നമ്മൾ ലോജിക് 0 ആയിട്ട് എടുക്കും. ഓക്കെ, ഇതാണ് ലോജിക് ഗേറ്റ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്. പല ഗേറ്റ്സ് ഉണ്ട്. ഇനി ഓരോ ഗേറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ ഒരു ആൻഡ് ഗേറ്റിന് രണ്ട് ഇൻപുട്ട്, മിനിമം 2 or more ഇൻപുട്ട്സ് ഉണ്ട്, 2 or more ഇൻപുട്ട്സ് ആൻഡ് 1 ഔട്ട്പുട്ടാണുള്ളത്, 1 ഔട്ട്പുട്ട്. ഈ കേസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആവുക 0 ആയിരിക്കും. ഒരു ഔട്ട്പുട്ടല്ല ഉള്ളത്, അത് 1 ആവുക 0 ആയിരിക്കും. ഔട്ട്പുട്ട് 1 ആവുന്ന കേസ് ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് 1 ആവുന്നത് എപ്പോഴാണ്? ഇഫ് ഓൾ ദ ഇൻപുട്ട് is equal to 1 and output of the AND gate is equal to 0 if any one of the input 0 ആണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം 0 ആയാലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ 0 ആയാലും ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. എല്ലാ ഇൻപുട്ടും 1 ആയാൽ മാത്രമാണ് ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ഇഫ് എനി ഓഫ് ദ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു 0, ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. നമുക്ക് ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് നോക്കാം. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. സിമ്പിൾ ഇതാണ് സിമ്പിൾ. രണ്ട് ഇൻപുട്ടിന് നമുക്ക് A ഇൻപുട്ട് B ഇൻപുട്ട് എന്ന് കൊടുക്കാം, Y ആണ് ഔട്ട്പുട്ട്. ഇതിനൊരു ട്രൂത്ത് ടേബിൾ ഉണ്ടാവും. ട്രൂത്ത് ടേബിളിൽ A B ഔട്ട്പുട്ട് എല്ലാം. ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ഓൾ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ, എല്ലാ ഇൻപുട്ട് കോമ്പിനേഷനും ഉണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് റിപ്രസെൻ്റ് ചെയ്യുന്ന ടേബിളിനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിൾ ഈസ് എ ടേബിൾ വിച്ച് ഹാസ് all possible input combination and the corresponding output. ഇൻപുട്ട് 2 ആവുമ്പോൾ രണ്ട് ഇൻപുട്ട് 0 ആവുക,
രണ്ട് ഇൻപുട്ട് 1 ആവാം, ഒരു ഇൻപുട്ട് 1 ഒരു ഇൻപുട്ട് 0 ആവാം, ഒരു ഇൻപുട്ട് 1 1. ഈ കേസിൽ നമുക്ക് ലാസ്റ്റ് കേസിലാണ് എല്ലാ ഇൻപുട്ടും 1, ആ കേസിൽ മാത്രമാണ് ഔട്ട്പുട്ട് 0 1, ബാക്കിയുള്ളതെല്ലാം 0 0 0. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ ബാക്കിയുള്ള കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ട് 0 ആണ്, ആ കേസിൽ ഔട്ട്പുട്ട് 0. ലാസ്റ്റ് കേസിൽ മാത്രം രണ്ട് ഇൻപുട്ടും 1 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് ഈക്വൽ ടു 1. ഇനി ഇതിൻ്റെ ലോജിക്, ഇത് ട്രൂത്ത് ടേബിളാണ്. ഇനി ലോജിക് എക്സ്പ്രഷൻ ഉണ്ട്. ലോജിക് എക്സ്പ്രഷൻ y ഈക്വൽ ടു a ഡോട്ട് ബി. ആൻഡ് കേസിനാണ് ഈ ഡോട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡോട്ട് ഇല്ലാണ്ടും എഴുതാം കേട്ടോ. എ ബി എന്ന് എഴുതിയാലും ആൻഡ് ഗേറ്റ് ആണ്. ഇനി ഇതിനൊരു സർക്യൂട്ട് ഉണ്ട്, ബേസിക് സർക്യൂട്ട് ഉണ്ട്. ബേസിക് സർക്യൂട്ട് നമുക്കിവിടെ വരയ്ക്കാം. ബേസിക് ഇതിൻ്റെ ഒരു വർക്കിംഗ് അറിയാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് കേട്ടോ. ഇത് എ, ഇവിടെ ബി, ഡയോഡ് D1, ഡയോഡ് D2, റെസിസ്റ്റർ, ഇവിടെ നമ്മളൊരു VCC, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, അതായത് Y. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എയും വർക്കിംഗ് പറയുകയാണെങ്കിൽ എയും ബിയും 0 0 ആണെങ്കിൽ A 0 B 0 ആവുന്ന കേസിൽ രണ്ട് ഡയോഡും ഫോർവേഡ് ബയാസ് ആണ്. കാരണം കാത്തോഡിൽ 0, ആനോഡിൽ 5 വോൾട്ടാണ് വരുന്നത്, ആനോഡിൽ 5 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഡയോഡും ഫോർവേഡ് ബയാസ് ആണ്. ഇതിൻ്റെ അക്രോസ് നമുക്ക് കിട്ടുന്ന, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഇത് 0 കൊടുത്ത ഇത് ഗ്രൗണ്ടായിട്ട് കൺസിഡർ ചെയ്യും. നമുക്ക് ഈ ഡയോഡിന് അക്രോസുള്ള വോൾട്ടേജ്, അതായത് 0.7, സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ടാണ് കിട്ടുക, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 വോൾട്ട്. അപ്പോൾ ലോജിക് 0 കിട്ടി. ഏതെങ്കിലും ഒരെണ്ണം 0 ആയാലും നമുക്ക് അങ്ങനെ തന്നെ വരിക. ഇനി രണ്ട് ഇൻപുട്ടും 1 ആവുന്ന കേസാണെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്. ഈ ഒരു റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റെസിസ്റ്ററിൻ്റെ അക്രോസിൽ ഡ്രോപ്പ് ഉണ്ടാവില്ല. ഈ ഒരു 5 വോൾട്ട് ഡയറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പോൾ 5 വോൾട്ട് ഡയറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ലോജിക് 1. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ കേസിൽ ആ ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഈക്വൽ ടു 1 ആണ്. ഏതെങ്കിലും ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട്, എനി ഇൻപുട്ട് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് 1 ആണ്, അതാണ് അതിൻ്റെ കേസ്. എൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ കേസുള്ളത്? എല്ലാ ഇൻപുട്ടും 0 ആവുന്ന കേസിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി ബേസിക് സിമ്പിൾ. ബേസിക് സിമ്പിൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ഒരു കേവ് പോലെ. ബേസിക് സിമ്പിൾ രണ്ട് ഇൻപുട്ടിൻ്റെ സിമ്പിളാണ്. എത്ര ഇൻപുട്ട് വേണമെങ്കിലും ആവാം. 2 ഇൻപുട്ട് ഓർ ഗേറ്റിൽ രണ്ട് ഇൻപുട്ട് ABY, ഔട്ട്പുട്ട് AB, ഇൻപുട്ട് AB, ഔട്ട്പുട്ട് Y. നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത് ട്രൂത്ത് ടേബിളാണ്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേബിൾ വിച്ച് ഗിവ്സ് ഓൾ കോമ്പിനേഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്, ഓൾ ഇൻപുട്ട് കോമ്പിനേഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ഇപ്പോൾ ഈ കേസിൽ 2 ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു എയുടെ B, ഔട്ട്പുട്ട് Y, ഇങ്ങനെ 3 കോളംസ് ഉണ്ടാവും. നാല് ഓപ്ഷൻസ് ആണ് വരിക: 0 0, 0 1, 1 0, 1 1. അപ്പോൾ ആദ്യത്തെ കേസിൽ എല്ലാ ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ട് ഈക്വൽ ടു 0. രണ്ടാമത്തെ കേസിൽ ഒരു ഇൻപുട്ട് 1 ആണ്, മൂന്നാമത്തെ കേസിൽ ഒരു ഇൻപുട്ട് 1 ആണ്, നാലാമത്തെ കേസിൽ രണ്ട് ഇൻപുട്ടും 1 ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 1 1 ആണ് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ലോജിക് എക്സ്പ്രഷൻ. നെക്സ്റ്റ് വൺ ഈസ് ലോജിക് എക്സ്പ്രഷൻ. ഈ ഒരു ഗേറ്റിൻ്റെ ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് Y ആണ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു A ഓർ B. ഓർ എന്നുള്ളതിന് ഒരു പ്ലസ് സൈനാണ് ഓർ ആയിട്ട് വരുന്നത്.
ഇനി നമുക്ക് 3 ഇൻപുട്ടാണ് ഗേറ്റ് എന്ന് വെച്ചെങ്കിൽ ഇതിൽ ഇത് തന്നെയാണ്, സിമ്പിൾ സെയിം ആണ്. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ 3 ഇൻപുട്ടും കൂടെ മാർക്ക് ചെയ്യുക. അപ്പോൾ എത്ര ഇൻപുട്ടാണോ അതിനനുസരിച്ചിട്ട് ഇൻപുട്ട് മാറും. എ ബി സി അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അതേപോലെ വൈ എന്തായിരിക്കും? വൈ ഈക്വൽ ടു എ ഓർ ബി ഓർ സി. ഇനി ഇതിൻ്റെ ബേസിക് സർക്യൂട്ട് ഏതാണെന്ന് നോക്കാം. ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഓർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് സർക്യൂട്ട്. ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ടായിരിക്കും. എന്നാലും ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതിന് ഇത് 2 ഡയോഡിൻ്റെ ആക്ഷനാണ് ഇതിൽ വരുന്നത്. 2 ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ വെച്ച് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എ ഇൻപുട്ട് എന്ന് കൊടുക്കുക, ഇവിടെ ബി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വൈ ഔട്ട്പുട്ട്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എയിൽ 0, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക? ഇതിൽക്കൊരു സപ്ലൈയും വരുന്നില്ല, ഈ ഡയോഡെല്ലാം ഓഫാണ്. അതുകൊണ്ട് തന്നെ വൈ വിൽ ബി ഈക്വൽ ടു 0. ഇനി ബാക്കിയുള്ള കേസിൽ നമുക്ക് നോക്കാം. ബാക്കിയുള്ള കേസിൽ ഇവിടെ നമ്മൾ ഒരെണ്ണത്തിന് 1 കൊടുക്കുക, ഇവിടെ 0 കൊടുത്തെന്ന് വിചാരിക്കുക. ആ കേസിൽ 1 എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടാണ്, ഇറ്റ് ഈസ് ഇക്വലൻ ടു 5 വോൾട്ട് ആണ്. ഈ 5 വോൾട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഡയോഡ് D1 ഇത് D2 ആണെങ്കിൽ D1 ഫോർവേഡ് ബയാസ് ആവും. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു I എന്നുള്ള കറണ്ട് ഇവിടെ ഉണ്ടാവും. ഇത് റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ നമുക്കൊരു വോൾട്ടേജ് V ഇസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് കിട്ടും. സോ Y എന്ന് പറയുന്നത് ആ വോൾട്ടേജ് ആണ്, V ആണ്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ 1 കിട്ടും. ഇനി ബി ഇൻപുട്ട് 1ഉം എ ഇൻപുട്ട് 0 ആവുന്നതും ഈ സെയിം കേസാണ്. ആ കേസിൽ D2 വർക്കിംഗ് ആയിരിക്കും, D1 ഓഫ് ആവും. ഇനി എയും ബിയും രണ്ടും ഓൺ ആവുന്ന കേസിലും നമുക്ക് ദർ വിൽ ബി എ കറന്റ് ത്രൂ ദ റെസിസ്റ്റർ R വിച്ച് വിൽ ഗിവ് എ IR ഡ്രോപ്പ് എ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആൻഡ് ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അടുത്തത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് എന്ന് പറയുന്നതിന് ഒരൊറ്റ ഇൻപുട്ട് ഉണ്ടാവുള്ളൂ. ആ ഒരു ഇൻപുട്ട് ഉണ്ടാവുള്ളൂ. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 0. അതായത് ഇൻവേർട്ട് ചെയ്തതാണ് ഔട്ട്പുട്ട് വരുന്നത്. എന്താണോ ഇൻപുട്ടിൽ അതിന് ഇൻവേർട്ട് ചെയ്താണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓൾവേസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദ ഇൻപുട്ട്. ഇനി ലോജിക് സിമ്പിൾ നോക്കാം. ലോജിക് സിമ്പിൾ ഇതാണ് ലോജിക് സിമ്പിൾ. ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുക, ഇവിടെ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ട്രൂത്ത് ടേബിൾ ആണ്. ട്രൂത്ത് ടേബിളും ഇത് ചെറിയൊരു ഒരു ഇൻപുട്ട് ആയതുകൊണ്ട് 2 കേസാണ് വരുന്നുള്ളൂ. എ ഇൻപുട്ട്, വൈ ഔട്ട്പുട്ട്. നമുക്ക് 2 കേസാണ് വരുന്നുള്ളൂ, 0 ഉള്ള കേസും 1 ഉള്ള കേസും. 0 ഉള്ള കേസ് ഔട്ട്പുട്ട് 1 ആണ്, 1 ഉള്ള കേസ് ഔട്ട്പുട്ട് 0 ആണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ, ലോജിക് എക്സ്പ്രഷൻ നോക്കാം. ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y is equal to a bar. ഇതാണ് ലോജിക് എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. സർക്യൂട്ട് ഡയഗ്രാം ഒരു ട്രാൻസിസ്റ്റർ വെച്ചാണ് സാധാരണ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു BJT ട്രാൻസിസ്റ്റർ വെച്ച് നമുക്ക് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിലൊരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ R, ഇവിടെ ഒരു റെസിസ്റ്റർ R, ഇവിടെ നമുക്ക് 5 വോൾട്ട് കൊടുത്തെന്ന് വിചാരിക്കും. ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ട്രാൻസിസ്റ്റർ T1. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എ എന്ന് പറയുന്നിടത്ത് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫാണ്. ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്ന സമയത്ത് ഈ 5 വോൾട്ടിൽ നിന്ന് അതായത് ഇത് നമ്മുടെ എമിറ്ററാണ്, ഇത് നമ്മുടെ കലക്ടറാണ്. ഇത് ഓഫ് ആവുമ്പോൾ കലക്ടറും എമിറ്ററും തമ്മിൽ കണക്ഷൻ ഇല്ല, ട്രാൻസിസ്റ്റർ ബ്രേക്ക് ചെയ്ത പോലെയാണ്. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇവിടെ ഒരു സ്വിച്ച് പോലെ, ഇത് ഓപ്പൺ സ്വിച്ച് പോലെ വരും. ഈ ഓപ്പൺ സ്വിച്ച് വരുമ്പോൾ ഇത് എമിറ്റർ, ഇത് കലക്ടർ, കണക്ഷൻ ഇല്ല. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ 5 വോൾട്ട്, ആ 5 വോൾട്ട് തന്നെ. കാരണം ഐയിൽ കൂടെ കറണ്ട് പോകണമെങ്കിൽ ക്ലോസ് സർക്യൂട്ട് വേണം. ഇവിടെ ബ്രേക്ക് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ഈ 5 വോൾട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ നമുക്ക് y is equal to 1 ഹൈ വോൾട്ടേജ് കിട്ടും. ഇനി നമുക്ക് അടുത്ത കേസ് എടുക്കാം. അടുത്ത കേസിൽ നമ്മൾ
ഇവിടെ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ, അതായത് 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും, ഈ സ്വിച്ച് ഇവിടെ കണക്റ്റഡ് ആവും. സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 വോൾട്ടിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, ഇതിനെ ക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടാവും. I ഇൻറ്റു ദ റെസിസ്റ്റൻസ് വാല്യൂ ആണ് ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വോൾട്ടേജ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒരു ചെറിയ വോൾട്ടേജ് ആയിരിക്കും, കാരണം ഈ സ്വിച്ചിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റു ആണ് വരിക, സ്മോൾ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 വോൾട്ടാണ് അതുണ്ടാവുക. അപ്പോൾ A ഈക്വൽ ടു 1 ആവുന്ന കേസിൽ Y ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഗേറ്റ്സ് ആണ്. ഇപ്പം പറഞ്ഞ 3 ഗേറ്റ്സ് ആൻഡ് ഓർ നോട്ട്, ഈ 3 ഗേറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ബേസിക് ഗേറ്റ്സ് ആണ്. അതാണ് സ്റ്റാർട്ടിങ്, ഒരു ലോജിക് ഗേറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അത്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്ന 2 ഗേറ്റ്സിന് നമുക്ക് വേറൊരു പേരും കൂടെയുണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന്. അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് 2 എണ്ണാണുള്ളത്, NAND ഗേറ്റും പിന്നെ ഒരെണ്ണുള്ളത് NOR ഗേറ്റുമാണ്. NOR ഗേറ്റ്, ഇത് രണ്ടും യൂണിവേഴ്സൽ ഗേറ്റാണ്. എന്താ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം? യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം ഈ 2 ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് സർക്യൂട്ട് വേണമെങ്കിലും, ഈവൻ ബേസിക് ഗേറ്റ്സ് തൊട്ടിട്ട് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് വരെ നമുക്ക് NAND മാത്രം യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതേപോലെ NOR മാത്രം യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ഗേറ്റ്സിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ഓഫ് ആൻഡും നോട്ടും ആണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ഈ NAND എന്ന് പറയുന്നത് നോട്ടും ആൻഡും ചേർന്നതാണ്, അതാണ് NAND എന്നുള്ള ഒരു പേര് വരാൻ കാരണം. അതിൽ നമുക്ക് സിമ്പിൾ ഏതാണെന്ന് നോക്കാം. അതായത് ശരിക്കും ഇത് ജനറേറ്റ് ചെയ്ത് വന്നത് ഒരു AND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഒരു NOT ഗേറ്റിലേക്ക് കൊടുക്കുന്ന ഒരു കേസാണ് NAND എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് എഴുതുമ്പോൾ, ലോജിക് സിമ്പിളായിട്ട് എഴുതുമ്പോൾ ഇതിങ്ങനെ വരിക, ഒരു AND ഗേറ്റ്, അതിൻ്റെ കൂടെ ഒരു ബബിൾ വരും. ഈ ബബിൾ ഇൻവേർട്ടിങ്ങിനെ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ A, ഇവിടെ B, ഇവിടെ Y, ഇതാണ് ഇതിൻ്റെ സിമ്പിൾ. ഈ ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ആൻഡ് ആണ്. ആൻഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? Y ഈക്വൽ ടു A ഡോട്ട് B ആണ് ആൻഡിൻ്റെ എക്സ്പ്രഷൻ, Y ഈക്വൽ ടു A ബാർ ആണ് നോട്ടിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് NANDൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് Y is equal to A dot B ഓൾ ബാർ ആണ് എക്സ്പ്രഷൻ. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് AND ഗേറ്റ് ആണ് വരിക. 2 ഇൻപുട്ട് A, B, ഔട്ട്പുട്ട് Y. 0 വരുമ്പോൾ എല്ലാ ഇൻപുട്ടും 0 ആവുന്ന കേസിൽ ഔട്ട്പുട്ട് 1 ആണ്. 0, 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി ഔട്ട്പുട്ട് 1 ആണ് കേട്ടോ. 1, 0 ഔട്ട്പുട്ട് 1 ആണ്. 4ാമത്തെ കേസ് രണ്ടും 1 ആവുന്ന കേസിൽ മാത്രം ഔട്ട്പുട്ട് 0. അപ്പോൾ എല്ലാ ഇൻപുട്ടും 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതാണ് ഈ ഒരു NAND ഗേറ്റിൻ്റെ കേസ്. നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ ഇക്വാലൻറ്റ് ടു ബബിൾഡ് ഓർ എന്ന് പറയും. ബബിൾഡ് ഓർ അതെന്താണെന്ന് നോക്കാം നമുക്ക്. ബബിൾഡ് ഓർ, അടുത്ത പോയിന്റ് ബബിൾഡ് ഓർ. ഈ ഒരു പേജിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്കത് കമ്പൈൻ ചെയ്യാം. ഇതാണ് NANDൻ്റെ എക്സ്പ്രഷൻ. ഒരു OR ഗേറ്റ്, ആ OR ഗേറ്റിൻ്റെ ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുക്കുക. ഇതാണ് ബബിൾഡ് ഓർ. അതായത് ഇതിനെ നമ്മൾ ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ A ഇൻപുട്ട് ഒരു നോട്ട് ഗേറ്റിൽ കൊടുക്കും, B ഇൻപുട്ട് വേറൊരു നോട്ട് ഗേറ്റിൽ കൊടുക്കും. എന്നിട്ട് ഇൻവേർട്ട് ചെയ്ത ഇൻപുട്ട് ഒരു OR ഗേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഔട്ട്പുട്ടും ഈ ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി നമുക്ക് അതൊന്ന് വെരിഫൈ ചെയ്യാം. A, B, ഈ ബബിൾഡ് ആവുമ്പോൾ നോക്കാം A ബാർ, B ബാർ, എന്നിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻപുട്ട് നമ്മൾ 0 കൊടുത്ത്, ഇവിടെ 0 കൊടുത്ത്, അപ്പോൾ ഇൻവേർട്ട് ചെയ്യുമ്പോൾ ബബിൾഡ് ഓറിൽ ബബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1, 1 ആയി. രണ്ടും 0 ആയിരുന്നു, ഇൻവേർട്ട് ചെയ്യുമ്പോൾ 1, 1 ആയി. OR ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും 1 ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ 2 ഇൻപുട്ട് 1 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. അടുത്തതിൽ 0, 1 ഇൻവേർട്ട് ചെയ്യുമ്പോൾ അത് 1, 0 ആവും. ഒരു ഇൻപുട്ട് 1 ആണ്, ഔട്ട്പുട്ട് 1 ആണ്. ഇനി അടുത്തത് 1, 0
അപ്പോൾ നമുക്ക് ഇൻവേർട്ട് ചെയ്യുമ്പോൾ 0 1 ആവും. ഈ കേസിലും ഒരു ഇൻപുട്ട് 1 ആണ് ഓറിൻ്റെത്, അപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഇനി ഇവിടെ അടുത്തത് 1 1, ഔട്ട്പുട്ട് 0 0. ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ ഓർ ഗേറ്റിൻ്റെ കേസിൽ എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടും ഈ ഇൻപുട്ടും നോക്കുക, അതേപോലെ ഈ ഒരു ഔട്ട്പുട്ടും ഈ ഒരു ഇൻപുട്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും സെയിം ആയിട്ട് കാണാം. ദാറ്റ് മീൻസ് നാൻഡ് ഗേറ്റ്, ഇത് നാൻഡ് ഗേറ്റ് ആണ്, നാൻഡ് ഗേറ്റ് ഇസ് ഇക്വലന്റ് ടു ബബിൾഡ് ഓർ. നോർ ഗേറ്റ് എന്ന് പറയുന്നത് നോട്ട് ഓർ. ഗേറ്റിൻ്റെ നോട്ട് ഗേറ്റും ഓർ ഗേറ്റും ചേർന്നതാണ് നമ്മുടെ നോർ ഗേറ്റ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ഇതാണ് അതിനെ നമുക്ക് ഒരൊറ്റ സിമ്പിളാക്കിയിട്ട് ഒരു ബബിളും ചേർത്ത് കഴിഞ്ഞാൽ ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ. ഓക്കെ, ഇനി ഇതിന് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y is equal to OR ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ a plus b, നോട്ടിൻ്റെ എക്സ്പ്രഷൻ ബാർ y equal to a plus b all bar. അടുത്തത് ട്രൂത്ത് ടേബിൾ. സീറോ ആണെങ്കിൽ 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, 0 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, 1 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അതായത് ഓർ ഗേറ്റിൻ്റെ ജസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഔട്ട്പുട്ട് വരിക. ഓർ ഗേറ്റിൻ്റെ കേസിൽ ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈക്വൽ ടു 1, ഔട്ട്പുട്ട് ഈക്വൽ ടു 1. ഈ കേസിൽ ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈക്വൽ ടു 1, ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0, അതർവൈസ് ദ ഔട്ട്പുട്ട് ഈക്വൽ ടു 1. ഇതിൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ബബിൾഡ് ആൻഡ്. നേരത്തെ പോലെ തന്നെ ബബിൾഡ് ആൻഡ്, അതായത് ബബിൾഡ് ആൻഡ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾക്ക് അതിൽ നിന്ന് ഇൻവേർട്ട് ചെയ്യും. അതാണ് ബബിൾഡ് ആൻഡ്. ദാറ്റ് മീൻസ് എ ഇൻപുട്ട് ഈസ് ഇൻവേർട്ടഡ്, ബി ഇൻപുട്ട് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ടു നാൻഡ് ഗേറ്റ്. നമുക്ക് രണ്ട് ഇൻപുട്ട് കൊടുക്കുക, എ ബി. ബബിൾ ചെയ്യുമ്പോഴത്തേക്കും ഇൻപുട്ട് എന്ന് പറയുന്നത് എ ബാർ ബി ബാർ വരും. പിന്നെ വൈ ഇൻപുട്ട് എന്ന് പറയുന്നത് ആൻഡ് ചെയ്തതിൻ്റെ ശേഷമുള്ള ഔട്ട്പുട്ടാണ്. നമുക്ക് ആദ്യം ഇൻപുട്ട് 0 0 കൊടുക്കാം, ബബിൾ ചെയ്യുമ്പോഴത്തേക്ക് അത് 1 1 ആവും. ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ രണ്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. 0 1 കൊടുക്കുക, ബബിൾ ചെയ്യുമ്പോഴത്തേക്ക് അത് 1 0 ആവും. ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈക്വൽ ടു 0, ഔട്ട്പുട്ട് ഈക്വൽ ടു 0. സോ 1 0 ആണെങ്കിൽ 0 1, 1 ഇൻപുട്ട് 0 ആണ്, അപ്പോൾ ഇവിടെ 0 വരും. 1 1 0 0, ഔട്ട്പുട്ട് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് ഒരു കോളം നോക്കുകയാണെങ്കിൽ വൈ കോളം നോക്കുക, ഇൻപുട്ട് എ ബി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആസ് ദിസ് ടേബിൾ. സോ ബബിൾഡ് ആൻഡ് ഈസ് ഈക്വലന്റ് ടു നോർ ഗേറ്റ്. ഇതും ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ്, എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ഗേറ്റിൻ്റെ കേസിൽ ഒരു 2 ഇൻപുട്ട് എക്സോർ ഗേറ്റ് എടുക്കുകയാണെങ്കിൽ ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോജിക് 1 ആണ്. ദ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1 വെൻ 1 ആൻഡ് ഓൺലി 1 ഓഫ് ദ 2 ഇൻപുട്ട്, അതായത് ഒരു ഇൻപുട്ട് 1ഉം ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ 1 ആൻഡ് ഓൺലി 1, ഒരു ഇൻപുട്ട് എന്താവണം, ഓൺലി 1 ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 1 ആണ്. ഇപ്പോൾ രണ്ടും 0 അല്ലെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുമ്പോൾ രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, രണ്ട് ഇൻപുട്ടും
ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് ഒരു ഇൻപുട്ട് 0 ഇൻപുട്ട് 1 ആണെങ്കിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ 1 കിട്ടുന്നത് എപ്പോഴാണ്? ഇൻപുട്ട് ഡിഫറെൻ്റ് ആകുമ്പോൾ. അപ്പോൾ ഇതിന് തന്നെ ഒരു പേരും കൂടി ഉണ്ട്, ഇൻഇക്വാലിറ്റി ഡിറ്റക്ടർ. ഇൻഇക്വാലിറ്റി ഡിറ്റക്ടർ, അതായത് ഇൻപുട്ട് ഡിഫറെൻ്റ് ആകുമ്പോൾ, അൺഈക്വൽ ആകുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ അതിൻ്റെ സിമ്പിൾ നമുക്ക് നോക്കാം. സിമ്പിൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ. എ ബി വൈ, എക്സ്പ്രഷൻ y ഈക്വൽ ടു എ XOR b. ഇതാണ് ലോജിക് എക്സ്പ്രഷൻ. അടുത്ത ട്രൂത്ത് ടേബിൾ എ ബി വൈ. നേരത്തെ പറഞ്ഞ പോലെ 4 കോമ്പിനേഷൻ ഉണ്ട്. 0 0 0 1 1 0 1 1. രണ്ടും ഇൻപുട്ട് സെയിം ആകുമ്പോൾ ഔട്ട്പുട്ട് 0, രണ്ടും ഡിഫറെൻ്റ് ആകുമ്പോൾ 1, സെയിം ആകുമ്പോൾ 0. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻഇക്വാലന്റ് ഡിറ്റക്ടർ. എക്സ്നോർ ഗേറ്റ് എന്ന് പറയുന്നത് എക്സോറും അതിന് ശേഷം ഒരു നോട്ട് ഗേറ്റ്, അതായത് എക്സോറിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്നോർ വരുന്നത്. എ ബി വൈ. ഓക്കെ, അപ്പം ഇവിടെ ഇത് ഇക്വാലിറ്റി ഡിറ്റക്ടറാണ്. ഇക്വാലിറ്റി ഡിറ്റക്ടറാണ്, അതായത് രണ്ട് ഇൻപുട്ടും സെയിം ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആവും. അപ്പോൾ രണ്ട് ഇൻപുട്ടും സെയിം ആണോ ഈക്വൽ ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യും. ഇതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് y ഈക്വൽ ടു എ XNOR b എന്നാണ്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്രഷനും കൂടി ഉണ്ട് കേട്ടോ. ഇത് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്നുള്ള എക്സ്പ്രഷനും കൂടെ ഇതിനെ പറയാം. എ ബാർ, അതായത് രണ്ടും ഓപ്പോസിറ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് 1. ഒന്ന് എ ബാറും ഒന്ന് ബിയും. അടുത്ത കേസ് എ ആണെങ്കിൽ ബി ബാർ ആണെങ്കിൽ ബി ബാറും വരണം. അങ്ങനെയാണെങ്കിലാണ് ഔട്ട്പുട്ട് 1. ഈ കേസിൽ രണ്ടും സെയിം ആവുമ്പോൾ, അതായത് സെയിം എയും ബിയും 1 ആവുമ്പോൾ, അല്ലെങ്കിൽ ഓർ എ ബാർ ബി ബാർ രണ്ടും 0 ആവുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ, എക്സ്നോറിൻ്റെ എക്സ്പ്രഷൻ. ട്രൂത്ത് ടേബിൾ സീറോ സീറോ 0 1 1 0 1 1. രണ്ട് ഈക്വൽ ആകുമ്പോൾ ഔട്ട്പുട്ട് 1, ഡിഫറെൻ്റ് ആകുമ്പോൾ 0, ഈക്വൽ ആകുമ്പോൾ 1. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു കേസിൽ എക്സോർ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത. എക്സോർ ഗേറ്റിൻ്റെ കേസിൽ നോക്കിക്കോ, എ ബി വൈ. എക്സോർ ഗേറ്റ് ഇൻഇക്വാലിറ്റി ഡിറ്റക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 0 0 0 1 1 0 1 1 കൊടുക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആകുമ്പോൾ 0, ഡിഫറെൻ്റ് ആകുമ്പോൾ 1, സെയിം ആകുമ്പോൾ 0. ഇതാണ് അതിൽ കേസ്. അപ്പോൾ നമുക്ക് ഇതിനെ വേറൊരു സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിനെ നമ്മൾ എന്തെന്ന് വെച്ചാൽ, രണ്ട് ഇൻപുട്ട് ഉണ്ട്, അതിൽ ഒരു ഇൻപുട്ട് നമ്മൾ 0 ആക്കി വെച്ച്, അതായത് ആദ്യത്തെ രണ്ട് കേസ് എടുക്കുക. എ എന്നുള്ള ഇൻപുട്ട് നമ്മൾ 0 ആക്കി വെക്കുക എന്ന് വിചാരിക്കുക, 0 ആക്കി വെച്ച്. അപ്പോൾ സെക്കൻഡ് ഇൻപുട്ട് അത് തന്നെയാണ് ഔട്ട്പുട്ട്. അപ്പോൾ സെക്കൻഡ് ഇൻപുട്ട് ബി ആണ്. അപ്പോൾ വൈയിൽ എന്താ വരിക? ബി ആണ്. ബിയിൽ 0 കൊടുത്താൽ 0 വരും, പിന്നെ ബിയിൽ 1 കൊടുത്താൽ 1 വരും. ക്ലിയർ ആയോ? ഒരു രണ്ട് ഇൻപുട്ടിൻ്റെ എക്സോർ ഗേറ്റിൽ അതിൽ എ എന്നുള്ള ഇൻപുട്ട് 0 ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിൽ 0 കൊടുത്താൽ ഔട്ട്പുട്ട് 0 വരും, ബിയിൽ 1 കൊടുത്താൽ ഔട്ട്പുട്ട് 1 വരും. അപ്പോൾ എന്താണോ ബി അതാണ് വൈ. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് കേസ് നമുക്ക് എടുക്കാം, ഇൻപുട്ട് 1 ആക്കി വെക്കാം. എ എന്നുള്ള ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ എന്നുള്ള ഇൻപുട്ട് 1 ആക്കി വെക്കാം. എ എന്നുള്ള ഇൻപുട്ട് 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ബി എന്നുള്ള ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും, 1 ആണെങ്കിൽ അത് 0 ആവും. അപ്പോൾ ബി എന്നുള്ള ഇൻപുട്ടിൻ്റെ ഓപ്പോസിറ്റാണ് എവിടെ വരുന്നത്? ഔട്ട്പുട്ടിൽ വരുന്നത്, ബി ബാർ. അപ്പോൾ ഒരു ഇൻപുട്ട് എക്സോർ ഗേറ്റിൻ്റെ കേസിൽ ഒരു ഇൻപുട്ട് 0ൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു ബി വരും. ഒരു ഇൻപുട്ട് 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇൻവേർട്ടറായിട്ട് ആക്ട് ചെയ്യും. നോട്ട് ഗേറ്റ്, ഇൻവേർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഗേറ്റ്സിനെ കുറിച്ചിട്ടുള്ളത്.